നിങ്ങളുടെ ഓൾ ഇന്ത്യ റാങ്കിനനുസരിച്ച് കേരള റാങ്ക് എത്ര വരെ പ്രതീക്ഷിക്കാം? ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് ഓൾ ഇന്ത്യ റാങ്കിനനുസരിച്ച് എത്ര വരെ കേരള റാങ്ക് നിങ്ങൾക്ക് പ്രതീക്ഷിക്കുക എന്നുള്ളതാണ്. കേരളത്തിൽ എത്ര റാങ്കുള്ളവർക്ക് അഡ്മിഷൻ ലഭിച്ചെന്നുള്ള വീഡിയോസൊക്കെ ഓൾറെഡി നമ്മൾ പോസ്റ്ററാണ്. ഇനി അതിൻ്റെ ഒരു വീഡിയോസും കൂടെ നമ്മൾ റീച്ച് ചെയ്യും. ആദ്യം നമുക്ക് നിങ്ങളുടെ ഓൾ ഇന്ത്യ റാങ്കിനനുസരിച്ചിട്ട് കേരള റാങ്ക് എത്ര വരെ പ്രതീക്ഷിക്കാം, എങ്ങനെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം ഈ റാങ്കുള്ളവർക്ക് ഇത്ര കിട്ടി എന്നുള്ളൊരു അനാലിസിസാണ് ഞാനിവിടെ പറയുക. ഇത്രയാണ് കിട്ടിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം അതിന് മുമ്പത്തെ വർഷമൊക്കെ നമുക്ക് നോക്കുമ്പോൾ ഏറെക്കുറെ ഈ ഒരു ബോർഡിൽ തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുക. ഈ ഒരു ബോർഡിലായിരിക്കും നിങ്ങളുടെ കേരള റാങ്ക് എന്നുള്ളതാണ്. അപ്പോൾ ഈ കേരള റാങ്ക് വരണമെങ്കിൽ എന്താ പ്രൊസീജിയർ വെച്ച് കഴിഞ്ഞാൽ, കീമിൽ രജിസ്റ്റർ ചെയ്ത ആളുകൾക്ക് ഇനി കീം ആപ്ലിക്കേഷൻ ഐ ഡിയും പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തതിന് ശേഷം ഓൾ ഇന്ത്യയുടെ ആപ്ലിക്കേഷൻ നമ്പർ റോൾ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിങ്ങളുടെ സ്കോർ കാണിക്കും. ആ സ്കോറും ഇതും കണക്റ്റഡ് ആണ് എന്നുള്ളത് വെരിഫൈ ചെയ്യേണ്ട ഒരു പ്രോസസ്സിങ് വരാനുണ്ട്. വന്നിട്ടില്ല, വന്നു കഴിഞ്ഞിട്ട് അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും കേരള റാങ്ക് പ്രസിദ്ധീകരിക്കുക. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾക്കൊരു സമാധാനത്തിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഒരുപാട് ആളുകൾ ചോദിക്കുന്നത്, സാർ എൻ്റെ കേരള റാങ്ക് എത്രയായിരിക്കും, എൻ്റെ കേരള റാങ്ക് എത്രയായിരിക്കും എന്നുള്ളത്. ഇത് ചെക്ക് ചെയ്യാനുള്ള ഒരു ലിങ്ക് കഴിഞ്ഞ വർഷത്തെ ആ റാങ്ക് ലിസ്റ്റിൻ്റെ ഒരു PDF കൂടെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ട് ലിങ്ക് താഴെ കൊടുക്കാം. അതുവഴി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ആദ്യ 10 റാങ്കുകളൊന്ന് ഓടിച്ച് പോകാം. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും കേട്ടോ. കഴിഞ്ഞ വർഷം 1ാം റാങ്ക് കിട്ടിയിരിക്കുന്ന കുട്ടിയുടെ മാർക്ക് 711 ആയിരുന്നു. ഓൾ ഇന്ത്യ റാങ്ക് 23 ആയിരുന്നു. സെക്കൻഡ് റാങ്ക് അത് 710ലേക്കും ഓൾ ഇന്ത്യ റാങ്ക് 36ലേക്കും വന്നു. തേർഡ് റാങ്ക് എത്തിയപ്പോൾ അത് 705 ആയിരുന്നു. 109 ആണ്. ഇന്നത് 705ൽ 542 കുട്ടികളുണ്ട്. അപ്പോൾ മാറ്റം നമുക്കവിടെ കാണാൻ സാധിക്കും. അതിനൊരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ആ ലിങ്ക് ഒന്ന് പ്രസ് ചെയ്തിട്ട് അത് കണ്ടേക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ ഐഡിയ കിട്ടും. പിന്നീട് 5ാം റാങ്ക് കേരളത്തിൽ എത്തിയപ്പോൾ 177 ആയിരുന്നു ഓൾ ഇന്ത്യ റാങ്ക്, 703 ആയിരുന്നു മാർക്ക്. 10ാം റാങ്ക് എത്തുന്ന സമയത്ത് ഓൾ ഇന്ത്യ റാങ്ക് 319, മാർക്ക് 700 ആയിരുന്നു. 50ാമത്തെ റാങ്ക് എത്തുന്ന സമയത്ത് ഓൾ ഇന്ത്യ റാങ്ക് 1008, അതേപോലെ തന്നെ മാർക്ക് 686 ആയിരുന്നു. അപ്പോൾ മാർക്കിനെ കുറിച്ചല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, റാങ്കിനെ കുറിച്ചിട്ടാണ്. അതായത് ഓൾ ഇന്ത്യയിൽ 1008ാമത്തെ റാങ്ക്, കേരളത്തിൽ 50ാമത്തെ റാങ്കായിരുന്നു. ഇന്ന് 1008 കുട്ടികൾ വരുമ്പോൾ കേരളത്തിൽ ചിലപ്പോൾ 50ലധികം കുട്ടികൾ ഉണ്ടായേക്കാം. ചിലപ്പോൾ 50 കുട്ടികൾ കുറവായിരിക്കും. കുറവാകാനുള്ള ചാൻസ് വളരെ കുറവാണ്. കാരണം ഈ ആപ്ലിക്കേഷൻസ് കൂടിയതുകൊണ്ട് തന്നെ കൂടുതലാവാനാണ് ചാൻസ്. അപ്പോൾ 1008 ആൾ വരുമ്പോൾ നമുക്കറിയാം, ഓൾ ഇന്ത്യ ലെവലിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തൊരു ജനസംഖ്യ എടുക്കുകയാണെങ്കിൽ വളരെ കുറവാണ് അല്ലേ. അപ്പോൾ നമുക്കവിടെ അറിയാവുന്നൊരു കാര്യമുണ്ട്, ഏകദേശം 3 കോടിയുടെയും 4 കോടിയുടെ ഇടയിലുള്ള ജനസംഖ്യ കേരളത്തിലുള്ളൂ. അപ്പോൾ ഈ ഓൾ ഇന്ത്യ ലെവലിൽ നടക്കുമ്പോൾ അതിൽ നിന്ന് എത്രമാത്രം കുട്ടികൾ ഉണ്ടാവും എന്നൊരു പ്രൊഡിക്ഷൻസ്, ഒരിക്കലും 500 കുട്ടികളും 400 കുട്ടികളും 300 കുട്ടികളും 200 കുട്ടികളും ഒന്നും ഉണ്ടാവില്ല. നമുക്ക് എന്താ പറയുക, ഗ്യാരണ്ടി ആയിട്ട് പറയാൻ സാധിക്കും. കാരണം നമ്മൾ ഒരു 5% നീറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന നമ്മുടെ കൗണ്ട് എന്ന് പറയുന്നത്. ഓൾ ഇന്ത്യ ലെവലിൽ നോക്കുകയാണെങ്കിൽ 5% ആളുകളൊക്കെ എന്ത് ചെയ്യുന്നുള്ളൂ, നീറ്റിനെ നമ്മൾ മലയാളികൾ റെപ്രസെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ളൊരു റാങ്ക് തന്നെയായിരിക്കും ഏറെക്കുറെ നമുക്ക് വരാമെന്നുള്ളതും അതുകൊണ്ട് തന്നെ പ്രതീക്ഷിക്കാൻ സാധിക്കുകയും ചെയ്യും. ഇനി ആ റാങ്കാണ് പറയാൻ പോകുന്നത്. 100 റാങ്ക് എത്തിയപ്പോൾ ഓൾ ഇന്ത്യ റാങ്ക് 1510 ആയിരുന്നു. 150 ആയപ്പോൾ 2011 ആയിരുന്നു. 200 ആയപ്പോൾ 2591 ആയിരുന്നു. 300 ആയപ്പോൾ 3820 ആയിരുന്നു. 400 ആയപ്പോൾ 4751 ആയിരുന്നു. 500 ആയപ്പോൾ 6238 ആയിരുന്നു. 650 ആയപ്പോൾ 7525 ആയിരുന്നു. 800 ആയപ്പോൾ 9394 ആയിരുന്നു. 1000 ആയപ്പോൾ കഴിഞ്ഞ വർഷം 11530 ആയിരുന്നു. ഏറെക്കുറെ ഈ ഒരു ലെവലിലൊക്കെ തന്നെയായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കേണ്ടി വരിക. ഓക്കെ, കഴിഞ്ഞ വർഷം 11530 കിട്ടിയ കുട്ടിക്കായിരുന്നു 1000 റാങ്ക് എന്ന് പറയുമ്പോൾ അതൊരു 11,000, 12,000, 13,000, 14,000 ഒക്കെ വരെ ആവാം മാക്സിമം. അതിനുള്ള 1000 റാങ്ക് ചിലപ്പോൾ വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. പിന്നീടത് 1250 ആയപ്പോൾ 14,716 ആയിരുന്നു. 1500 ആയപ്പോൾ 18,053ലേക്കും 2000 ആയപ്പോൾ 24,263ലേക്കൊക്കെ എത്തി. ഈ ഒരു റേഞ്ചിൽ നിന്ന് അങ്ങോട്ട് ഓൾ ഇന്ത്യ ലെവലിൽ കിട്ടാനുള്ള ചാൻസ് വരെ കുറഞ്ഞു വരും. അതായത് ഇവിടുത്തെ 3000 ആയപ്പോൾ 34,441, 4500 ആയപ്പോൾ 51,125 എന്നുള്ള റാങ്കിലേക്കും, 6500 കേരള റാങ്ക് വന്നപ്പോൾ 74,408 എത്തി. പിന്നീട് അത് 10,001 എന്നുള്ള കേരള റാങ്ക് വന്നപ്പോൾ അത് 1,18,718 ആയിരുന്നു. ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് സെൽഫ് ഫിനാൻസിലേക്കുള്ള സാധ്യതകൾ എന്ത് ചെയ്യും, റിസർവേഷൻ കാറ്റഗറിക്ക് അനുസരിച്ചിട്ട് കുറഞ്ഞു വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ 1,18,718 ആയപ്പോഴായിരുന്നു കഴിഞ്ഞ വർഷം 10,000 റാങ്ക് വരെ വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു 9,000, 8,000, 7,000, 6,000 ഇങ്ങനെ പോകും. നിങ്ങൾക്ക് ഇനി മറ്റ് കോഴ്സുകൾ കിട്ടാനുള്ള, സെൽഫ് ഫിനാൻസിൽ MBBS കിട്ടാനുള്ള, BDS, BAMS, BHMS ഒക്കെ പോലുള്ള, അഗ്രികൾച്ചർ, ഫിഷറീസ്, വെറ്റിനറി ഒക്കെ പോലുള്ളത് നിങ്ങൾക്ക് ഗവൺമെൻറ്റിൽ കിട്ടാനുള്ള ചാൻസുകളൊക്കെ എത്ര മാർക്കുള്ളവർക്കാണെന്നുള്ള വീഡിയോസുകൾ നമ്മൾ താമസിയാതെ ചെയ്യും. ഇനി ഞാൻ കേരള റാങ്ക് ഒരു
30,000 വരെ പറയുന്നുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്കുള്ളത് വല്ലാണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല, അത്രേ പറയുന്നുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഇനി ബാക്കി ഞാനങ്ങ് ഓടിച്ചു പോവാണ്. 11,000 റാങ്കുകളായപ്പോൾ അത് 1,32,051. 15,000 ആയപ്പോൾ 1,94,026 അന്നത്തെ മാർക്ക് 426 ആയിരുന്നു. 20,000 ആയപ്പോൾ 2,92,647 മാർക്ക് 362. 25,000 ആയപ്പോൾ 4,21,832 299 മാർക്കിലേക്കും. 30,000 ആയപ്പോൾ 6,05,894 അതായത് 232 മാർക്ക് വരെ. ഇത്തരം കുട്ടികൾ ക്വാളിഫൈഡ് ആയ കുട്ടികൾക്ക് പിന്നീട് BDS ഒക്കെ സെൽഫ് ഫിനാൻസിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്, BMS ഒക്കെ സെൽഫ് ഫിനാൻസിൽ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന രീതിയിലേക്കാണ് മാറിയിരിക്കുന്നത്. അപ്പോൾ ഏറെക്കുറെയൊക്കെ ഈ ഒരു അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് റാങ്ക് കാണാൻ സാധിക്കും. ഇനി കഴിഞ്ഞ വർഷം നിങ്ങളുടെ റാങ്കിനനുസരിച്ചിട്ട് ഏറെക്കുറെ വന്നിരിക്കുന്ന റാങ്കുകൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ കീമിൻ്റെ കഴിഞ്ഞ വർഷത്തെ റാങ്ക് ലിസ്റ്റ് പോയി ചെക്ക് ചെയ്യുക. അത് ഞാനിവിടെ അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ആ ലിങ്ക് വഴി നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം വീഡിയോസ് ഇനിയും ഞങ്ങൾ അപ്ലോഡ് ചെയ്യും. അത്തരം വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുതെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. താങ്ക്